അവന് പണി അറിയാന്നുള്ളവൻ തന്നെ പ്രവീൺ ചന്ദ്രനിൽ. മോഹൻലാൽ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പടം പഴയ സുരേഷ് ഗോപിയുടെ രഞ്ജിത് പണിക്കറിന്റെ ആ കണ്ട അതേ മോഡൽ, ആ പുതിയ ഒരു പ്രവീൺ ചന്ദ്രൻ. സുരേഷ് ഗോപി ഓവർ അഭിനയം ഓവറായിപ്പോയി. ഇത്രയും ഓവറാക്കണ്ടായിരുന്നു. ലേല സിനിമയായിട്ടല്ല ഇത്, മറ്റേ ചിന്താമണി കൊലക്കോസില്ലേ, അതിന്റെ ഒരു വ്യത്യസ്ത ഒരു അതായത് ആ പുതിയ പയ്യന്റെ പ്രവീൺ ചന്ദ്രൻ. ഇല്ല, നെഗറ്റീവ് തോന്നിയിട്ടില്ല, പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള. അതിനെ സെൻസർ ബോർഡ് അതിനെ പിടിച്ചു വെച്ച് ഇതിനെ നീട്ടി ഇത്രയും കാലാവധിയെ കൊണ്ടിട്ട് ആ പടത്തെ തൊലയ്ക്കാൻ വേണ്ടിയിരുന്നതാണ്. ഇവര് പറഞ്ഞതുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. കുഴപ്പമില്ല, വെറൈറ്റി ഉണ്ട്. അച്ഛന്റെ രോദന അല്ല, അതില് നിയമപരമായിട്ട് കിട്ടാവുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന വെറൈറ്റി ഉണ്ട്, അത് ട്വിസ്റ്റ് ഉണ്ട് അവസാനം. നല്ല സിനിമ കേട്ടോ, എല്ലാവരും വന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. സുരേഷ് ഗോപി കൊള്ളാം, കുഴപ്പമില്ല. പടത്തിന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു, പേരൊന്നും മാറ്റണ്ട. സൂപ്പർ പടം, തൊലച്ചതാണ്. നല്ല ഇടിയോട്ട് സൂപ്പറായി. നല്ലായിരുന്നു, നല്ല ഫിലിമായിരുന്നു, കണ്ടോണ്ടിരിക്കാം. സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, നല്ല മെസ്സേജാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത കുട്ടി ജാനകി എന്ന് പറയുന്ന കുട്ടി നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫിലിമാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട്. ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് നന്നായിട്ടുണ്ട്, അത്ര കുഴപ്പമില്ല. സുരേഷ് ഗോപി ഓവർ അഭിനയം ഓവറായിപ്പോയി. ഇത്രയും ഓവറാക്കണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു പവർ കാണിച്ചത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചിത്രമായിട്ട് കാണേണ്ട ഫിലിമാണ് ഇത്. എന്തായാലും ഇങ്ങനെയുള്ള കേസസ് വരുവാണെങ്കിൽ നല്ലതായിട്ട് വരട്ടെ എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ഇല്ല, നെഗറ്റീവ് തോന്നിയിട്ടില്ല, പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള. നല്ല പെർഫോമൻസ് ആണ് സാറിൻ്റെ ഒരു. ആഫ്റ്റർ ഓൾ നല്ലൊരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന ഫിലിമാണ്, നല്ല ഫിലിമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഫിലിം ഇങ്ങനെ വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളൂ. പെർഫെക്റ്റ്, നല്ല പെർഫോമൻസ്, കണ്ടിരിക്കാനെല്ലാം വളരെ നല്ലൊരു സന്ദേശമുണ്ട്. അതിന് ഒരു അച്ഛൻ്റെ രോദന, ഒരു അമ്മയുടെ നിസ്സഹായതയാണ്. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. ഇതിനെ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഇത് ശരിക്കും കഴിഞ്ഞ മാസം ജൂൺ 20 ഇറങ്ങാനുള്ള പടം. അതിനെ സെൻസർ ബോർഡ് അതിനെ പിടിച്ചു വെച്ച് ഇതിനെ നീട്ടി ഇത്രയും കാലാവധിയെ കൊണ്ടിട്ട് ആ പടത്തെ തൊലയ്ക്കാൻ വേണ്ടിയിരുന്നതാണ്. ഇവര് പറഞ്ഞതുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. പിന്നെ 1-2 സ്ഥലത്ത് മാത്രം ന്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ പടത്തെ. പക്ഷെ അത് ബാധിച്ചിട്ടില്ല, പടം പഴയ സുരേഷ് ഗോപിയുടെ രഞ്ജിത് പണിക്കറിന്റെ ആ കണ്ട അതേ മോഡൽ, ആ പുതിയ ഒരു പ്രവീൺ ചന്ദ്രൻ. പഴയ രഞ്ജിത് പണിക്കറൊക്കെ സിനിമ കണ്ടില്ലേ, നല്ല ഡയലോഗുകളും നല്ല കുടുംബ പശ്ചാത്തലം. ലേല സിനിമയായിട്ടല്ല ഇത്, മറ്റേ ചിന്താമണി കൊലക്കോസില്ലേ, അതിന്റെ ഒരു വ്യത്യസ്ത ഒരു അതായത് ആ പുതിയ പയ്യന്റെ പ്രവീൺ ചന്ദ്രൻ. അച്ഛന്റെ രോദന അല്ല, അതില് നിയമപരമായിട്ട് കിട്ടാവുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അമ്മയുടെ രോദന. അത് കോടതിയിൽ ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കൊണ്ടുപോകുന്നത് അല്ല, അതുമായിട്ടുള്ള ഒരു ഇതുമായിട്ടുമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഇത് സ്റ്റേറ്റിന് ഇടപെടേണ്ടുള്ള ഇതാണ്. ആ സ്റ്റേറ്റിന്റെ ഇതിനെയാണ് അത് ചിത്രീകരിച്ചത്. ഇത് അല്ലാതെ ഇത് കേന്ദ്രമായിട്ടുള്ള ഒരു ഇതൊന്നും. അതിൽ കുറച്ച് വരച്ച് കാണിക്കും. പക്ഷെ അവർക്ക് ഒരു ഇതും ഇല്ലല്ലോ. ഇത് സെൻസർ ബോർഡ് തന്നെ പിടിച്ച കേന്ദ്രത്തിന്റെ ഒരു ഇത് വെച്ചത്. ഇത് ഇറങ്ങാത്ത ഇതിൽ അവര് പബ്ലിസിറ്റി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതില് ഒരു അന്യമതസ്ഥിലുള്ള ഒരു ജാനകി, അത് മറ്റേ പുരാണത്തിലുള്ള സീതയുമായിട്ട് ബന്ധപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അത് വന്നത്. അത് കേസ് വാദിക്കുന്നത് അന്യമതസ്ഥിലുള്ള അങ്ങനെ ഒരു വിവാദം വന്ന് ഇവിടെ സമൂഹത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാവൂ എന്നുള്ള ഒരു പേടിച്ച് കേട്ടാണ്. പക്ഷെ അത് സിനിമ കാണുന്നവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ചുമ്മായിട്ട് നീട്ടിയതാണ്. അതിന്റെ ആ പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ ആ സിനിമ നല്ല ആദ്യത്തെ ദിവസം നല്ല തിരക്കുള്ളതാണ്. ഇനി ഷോ പോസിറ്റീവ് അഭിപ്രായം അറിഞ്ഞു വന്നാലേ. പക്ഷെ അത് നല്ല കലാകാരനാണ്, നല്ല അവന് പണി അറിയാന്നുള്ളവൻ തന്നെ പ്രവീൺ ചന്ദ്രനിൽ. അതുപോലെ അവന്റെ ഫസ്റ്റ് സംരംഭം, അവന്റെ നല്ല ഇടിയോ, അവന് തൊഴിലറിയാം കേട്ടോ. അവന് 100 കോടി ഇനി ആദ്യത്തെ കിട്ടാനുള്ളതാണ്. അവന്റെ കഴിവിനനുസരിച്ച് കിട്ടാനുള്ളതാണ്. ആ പുള്ളിയുടെ തന്നെ തിരക്കഥയല്ലേ, കൊച്ചു പയ്യനുണ്ട്. പക്ഷെ അന്നിറങ്ങിയിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഇനി ഇത് പോസിറ്റീവ് അഭിപ്രായം. ഈ സിനിമയ്ക്ക് ഇറങ്ങേണ്ട ഒരു ടൈമില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് വിജയിച്ചാണ്. ഇത് വിവാദങ്ങളിലൊക്കെ വന്ന് പെട്ടതാണ്, തൊലച്ചതാണ്. നല്ല ഇടിയോട്ട് സൂപ്പറായി.
പിന്നെ എല്ലാ തലത്തിലും ഡയറക്ഷനും സ്ക്രിപ്റ്റും മേക്കിംഗ് ആണ് ഇതിൽ എടുത്തു പറയത്തക്ക ഒരു ഇതെന്ന് പറഞ്ഞാൽ സോങ് ആയിരുന്നാലൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സുരേഷ് ഏട്ടൻ അത്ര വലിയ പഞ്ച് ഡയലോഗൊന്നും ഇതിലില്ല. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുള്ളിയുടെ പഞ്ച് ഡയലോഗിന് വേണ്ടിയിട്ട് ഇതിൽ ഡയലോഗ് എഴുതിയിട്ടൊന്നുമില്ല. നല്ല സിനിമയാണ്, എല്ലാവരും ഈ സിനിമ കാണണം. ഇറങ്ങാൻ വൈകിയതിൻ്റെ ഒരു കാരണവും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. സിനിമയായിട്ട് കാണുന്നൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സെൻസർ ബോർഡിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊരു ബോഡിയല്ലേ, അപ്പോൾ അവർ എന്താണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നല്ല സിനിമയാണ്. എല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉണ്ടാകാറുള്ള സംഭവങ്ങളെ ബേസ് ചെയ്താണ് ഈ കഥ പറയുന്നത്. കാരണം ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ നല്ല നല്ല സിനിമയാണ്. എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.